നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സ്വാധീനം വർദ്ധിപ്പിക്കാനായി കഴിയുന്നതെല്ലാം ചെയ്തതിന് ശേഷമാണ്, എല്ലാ പരീക്ഷണങ്ങളും നടത്തിയതിന് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പരീക്ഷണം കേരളത്തിൽ നടപ്പിലാക്കാൻ BJP കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ ആ സ്ഥാനത്ത് നിയോഗിക്കാനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും താൽപ്പര്യപ്പെട്ടത്. കാരണം അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിരുന്നു. ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ. അതായത് സംസ്ഥാനത്ത് വർഷങ്ങളോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന നേതാക്കന്മാരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായി സംസ്ഥാനത്ത് പുതിയതായി എത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് BJP കേന്ദ്ര നേതൃത്വം പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് സംസ്ഥാന അധ്യക്ഷ പദവി രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി ലക്ഷ്യമിട്ടതുപോലെയുള്ള വോട്ട് വർധനവ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഒട്ടനവധി പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ഒട്ടനവധി തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കാൻ BJPക്ക് സാധിച്ചു. ഒട്ടനവധി തദ്ദേശ സ്ഥാപന വാർഡുകളിൽ BJP പ്രതിനിധികൾ വിജയിച്ചു വന്നു. മാത്രമല്ല, അതൊരു വലിയ അത്ഭുതമൊന്നുമല്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമായി മാറിയത് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് BJP ഒരു കോർപ്പറേഷനിൽ അധികാരത്തിലെത്തുന്നത്. ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് അതൊരു നേട്ടമായി മാറി. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് മറ്റൊന്നല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ കുറഞ്ഞു എങ്കിൽ പോലും 3 നിയമസഭാ അംഗങ്ങളെ അല്ലെങ്കിൽ 3 BJP സ്ഥാനാർത്ഥികളെ നിയമസഭയിലേക്ക് അയക്കാൻ BJPക്ക് സാധിച്ചു. തിരുവനന്തപുരത്ത് നേമത്തും കഴക്കൂട്ടത്തും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലും വിജയിക്കാൻ BJPക്ക് സാധിച്ചു. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറും മത്സരിച്ച് ജയിച്ചു വന്നു. ഇത് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറുകയായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് തൃപ്തിയില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതേ ഇല്ലായിരുന്നു എന്ന അഭിപ്രായമുള്ള ഒട്ടനവധി നേതാക്കന്മാർ BJPയിലുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചയാളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ മറ്റ് പ്രചരണങ്ങളും എല്ലാത്തിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുകയും മറ്റൊരാൾ നേമത്ത് മത്സരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും ഫലം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായേനെ എന്ന് വിശ്വസിക്കുന്ന നേതാക്കന്മാരുണ്ട്. മാത്രമല്ല, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നിശ്ചയമായും തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാനും സാധിക്കും. എന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തിനെതിരായ നീക്കങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിലൊന്ന്, നേമത്തിൽ നിന്ന് വിജയിച്ചതിന് ശേഷം, അതായത് നേമം MLA ആയതിനു ശേഷം രാജീവ് ചന്ദ്രശേഖറിന് പഴയതുപോലെ പാർട്ടി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം നേമം മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ നേമം മണ്ഡലത്തിലെ കാര്യങ്ങളിൽ വളരെയധികം വ്യാപൃതനാണ്. മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. അദ്ദേഹം ഭൂരിഭാഗവും സമയവും ചെലവിടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും അതുപോലെ തന്നെ നേമത്തെ MLA ഓഫീസിലുമായിട്ടുമൊക്കെയാണ്. അത് മറ്റ് ജില്ലകളിലേക്ക്, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലേക്കും മധ്യ കേരളത്തിലേക്കും ഒന്നും രാജീവ് ചന്ദ്രശേഖർ യാത്ര ചെയ്യുന്നില്ല. ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെയല്ല, ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെയല്ല യാത്ര ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ നിർബന്ധിതനാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നേമം MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ പരിമിതികൾ ഇപ്പോൾ വന്നിരിക്കുന്നു. മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യാത്ത കാര്യമാണ്. വികസിത കേരളം എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുകയാണ്. ഇടതു വലത് മുന്നണികളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഭരണരംഗത്ത് നടക്കുന്ന കള്ള
കള്ളക്കളികളെ രാഷ്ട്രീയത്തെ കൃത്യമായി ചികഞ്ഞെടുത്തുകൊണ്ട് ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വരാൻ BJP സംസ്ഥാന അധ്യക്ഷന് കഴിയുന്നില്ല. ഇത് പാർട്ടിയെ വലിയ രീതിയിൽ പുറകിലോട്ട് അടിക്കുന്നുണ്ട്. നിലവിൽ BJP എന്ന് പറഞ്ഞാൽ അത്ര സ്വാധീനമില്ലാത്ത പാർട്ടിയൊന്നുമല്ല. BJPക്ക് 20% വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു. മാത്രമല്ല ഇപ്പോൾ 3 നിയമസഭാ അംഗങ്ങളുള്ള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കന്മാർ കുറച്ചുകൂടി രാഷ്ട്രീയം ശക്തമായി സംസാരിക്കുകയും കൈകാര്യം ചെയ്യുകയും വേണം എന്ന ശക്തമായ ആവശ്യം പാർട്ടിയിൽ ഉയർന്നു. സംസ്ഥാന അധ്യക്ഷനാകട്ടെ അതിന് വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. കാരണം അദ്ദേഹം ഇങ്ങനെ കക്ഷി രാഷ്ട്രീയം അത്ര കണ്ട് ആഴത്തിൽ സംസാരിക്കുന്നയാളല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഭാഷാപരമായ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ നിയമസഭയിൽ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നില്ല. മാത്രമല്ല പുറത്തും അദ്ദേഹം രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷനെ ഏതാണ്ട് ഒരു സൈഡാക്കിക്കൊണ്ട് 2 വശത്തുമായി ഇടതും വലതും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ K. സുരേന്ദ്രനെയും അതുപോലെ തന്നെ V. മുരളീധരനെയും പാർട്ടി പ്രതിഷ്ഠിച്ചിരുന്നു. അങ്ങനെ ഒരു ഫോർമുല പാർട്ടിയിൽ രൂപപ്പെടുത്തിയിരുന്നു. ഇത് സംസ്ഥാന അധ്യക്ഷൻ്റെ അധികാരം കവർന്നെടുക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സംസ്ഥാന അധ്യക്ഷന് ചില പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ 2 നേതാക്കന്മാർക്ക്, അതും സീനിയർ നേതാക്കന്മാർക്ക് ഇടപെടേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുണ്ടാകുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ പാർട്ടി ശക്തമായി തന്നെ പ്രതികരിക്കേണ്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇവർ 3 പേരും കൂടിയാലോചിച്ച് രാഷ്ട്രീയം പറയുമെന്നും അത് V. മുരളീധരനും അതുപോലെ തന്നെ K. സുരേന്ദ്രനും ആ രാഷ്ട്രീയ വശങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുമാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. മാത്രമല്ല നിയമസഭാ ഇടപെടലുകൾ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം FCRA നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാന നിയമസഭ ഒരു പ്രമേയം പാസാക്കി. അതായത് BJPക്ക് 3 അംഗങ്ങൾ ലഭിച്ചതോടുകൂടി BJP പറഞ്ഞ ഒരു കാര്യം എന്നത് ഇതിനു മുമ്പ് പലതരത്തിലുള്ള കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രമേയങ്ങളും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രമേയങ്ങളുമെല്ലാം കേരളത്തിലെ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയിട്ടുണ്ട്. ഇനി ഒരിക്കലും അത്തരം പ്രമേയങ്ങൾ ഏകകണ്ഠമായി പാസാക്കാൻ BJP അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ FCRA ചട്ട ഭേദഗതി നിയമ ഭേദഗതി ആ നിയമ ഭേദഗതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. സർക്കാരാണ് ആ പ്രമേയം കൊണ്ടുവന്നത്. ആ പ്രമേയത്തെ LDFും അതുപോലെ തന്നെ UDFും പിന്താങ്ങിയ പ്രമേയം പാസാക്കിയിരുന്നു. പ്രമേയം തോറ്റുപോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ 3 BJP അംഗങ്ങൾ അതിൽ കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്നും വോട്ട് ചെയ്യില്ല എന്നുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ എതിർത്ത് വോട്ട് ചെയ്തത് 2 BJP അംഗങ്ങൾ മാത്രമാണ്. അതായത് രാജീവ് ചന്ദ്രശേഖർ ഇത് വോട്ടിനിടുന്ന സമയത്ത് സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഘപരിവാർ അണികൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. കാരണം വല്ലാത്ത രീതിയിൽ ക്രിസ്ത്യൻ അപ്പീസ്മെൻറ്റ് നടത്തുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പൊതുവെ സംഘപരിവാർ വൃത്തങ്ങളിൽ പരാതിയുണ്ട്. മാത്രമല്ല ഈ ഹൈന്ദവമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രതികരിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. ആ സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അല്ലെങ്കിൽ പ്രമേയം വരുമ്പോൾ സഭയിൽ നിന്ന് വിട്ടുനിന്നത് ബോധപൂർവമാണ് എന്ന ആരോപണവുമുണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇപ്പോൾ പടനീക്കം ശക്തമാവുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിൽ RSSന്റെ നേതൃത്വത്തിൽ ഒരു സമന്വയ ബൈഠക്ക് നടന്നത്. സമന്വയ ബൈഠക്ക് എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സംഘടനകളും ചേരുന്ന ഒരു യോഗമാണ്. സാധാരണഗതിയിൽ ദൈനംദിന കാര്യങ്ങൾക്കായി യോഗം ചേരുന്നത് അതത് സംഘടനകളാണ്. RSS അതിൻ്റേതായ രീതിയിൽ യോഗം ചേരും. BJPയുടെ കാര്യങ്ങൾ തീരുമാനിക്കുക BJP യോഗത്തിലായിരിക്കും. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യോഗത്തിലായിരിക്കും. പക്ഷേ ഈ സംഘടനകൾ തമ്മിൽ മികച്ച ഏകോപനം ഉണ്ടാക്കാനായി കേരളത്തിൽ സമന്വയ ബൈഠക്ക് എന്നൊരു സംവിധാനമുണ്ട്. ഈ സമന്വയ ബൈഠക്കിൽ എല്ലാ പരിവാർ സംഘടനകളുടെയും BJP അടക്കമുള്ള എല്ലാ പരിവാർ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും. ഈ യോഗം നടക്കുക RSSന്റെ അധ്യക്ഷതയിലായിരിക്കും, RSSന്റെ നേതൃത്വത്തിലായിരിക്കും. ഈ യോഗം അത്തരത്തിലൊരു സംസ്ഥാന സമന്വയ ബൈഠക്ക്, ഈ സമന്വയ ബൈഠക്ക് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഒക്കെ ഈ സംഘപരിവാർ സംഘടനകൾ നടത്താറുണ്ട്. ഇതിൽ സംസ്ഥാന തലത്തിൽ നടന്ന സമന്വയ ബൈഠക്ക്
ബൈഠക്കിൽ BJPക്ക് കൃത്യമായ നിർദ്ദേശം പരിവാർ സംഘടനകൾ കൊടുത്തിരുന്നു. അതായത് തീർച്ചയായും വികസിത കേരളം എന്നൊരു ആശയം മുന്നോട്ട് വെക്കണം, പക്ഷേ വികസിത കേരളം എന്നതിനപ്പുറം ഈ ഹൈന്ദവീയമായ വിഷയങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരണം എന്ന കൃത്യമായ നിർദ്ദേശം ഈ സമന്വയ ബൈഠക്കിൽ BJPക്ക് ലഭിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നിയമസഭയിൽ സമന്വയ ബൈഠക്കിൽ തീരുമാനിച്ചതിന് വിപരീതമായ കാര്യങ്ങൾ നടന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തില്ല എന്നൊരു വിഷയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ സംഘപരിവാർ വൃത്തങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജീവ് ചന്ദ്രശേഖർ ഒഴിയാൻ തയ്യാറായിട്ടുണ്ട് എന്ന സൂചന ലഭിക്കുന്നുണ്ട്. എന്തായാലും നേമം MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല, പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാർട്ടി യൂണിറ്റുകളെ ലൈവായി നിർത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനം ഒഴിയണം എന്നൊരു ആവശ്യം സംസ്ഥാനത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഇതിന് കേന്ദ്ര നേതൃത്വം ഇതേതാണ്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അധ്യക്ഷ സ്ഥാനം ഉടൻ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. MT രമേശിൻ്റെ പേരുകളാണ് പൊതുവിൽ പറഞ്ഞു വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പേരും പറഞ്ഞു വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ നാളുകളായി ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കേന്ദ്ര മന്ത്രിസഭ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. BJP കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രന് ഒട്ടനവധി ചുമതലകൾ അല്ലെങ്കിൽ ഒട്ടനവധി ഉത്തരവാദിത്വങ്ങൾ നൽകാനായിട്ടുള്ള ഓഫറുകൾ വച്ചിട്ടുണ്ട്. അതായത് അതിലൊന്ന് കേന്ദ്രമന്ത്രി തന്നെയാണ്. കേരളത്തിൽ നിന്നും ജോർജ് കുര്യൻ രാജിവെച്ചതോടുകൂടി മറ്റൊരു പ്രതിനിധി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ കേന്ദ്ര മന്ത്രിസ്ഥാനം ശോഭാ സുരേന്ദ്രനിലേക്ക് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ശോഭയ്ക്ക് നൽകാം എന്ന് നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവർണറാണ്, അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം. അതായത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു നിൽക്കാൻ തന്നെയാണ്, രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കാൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഗവർണർ പദവിയോ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമോ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി ആയില്ല എങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷനായി വരും. അവർ കേന്ദ്രമന്ത്രി ആവുകയാണെങ്കിൽ തീർച്ചയായും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് MT രമേശോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും നേതാക്കളോ വരും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനം പറയേണ്ടത്. ആ തീരുമാനം ഉടനെത്തും എന്നാണ് പ്രതീക്ഷയും.